പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഏവരെ ഞാൻ ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കുമാറാകട്ടെ. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലൂടെ വായിക്കുന്നു. എന്നാൽ അബ്രഹാം സാറായും വയസ്സി എന്ന വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായി നിന്നുപോയിരുന്നു. ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായി ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചതെന്ത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിൻ്റെ അടുക്കൽ മടങ്ങി വരും, സാറായ്ക്കൊരു മകൻ ഉണ്ടാകും എന്ന് അരുളി ചെയ്തു. സാറ ഭയപ്പെട്ടു. ഇല്ല, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ അരുളി ചെയ്തു. തന്നെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ എന്നൊരു കാര്യം ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് പകൽ ഓർപ്പിക്കുന്നൊരു കാര്യം, ദൈവത്തിന് സകലതും സാധ്യമെന്ന്, അല്ലെങ്കിൽ യഹോവയാൽ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ലെന്നാണ് ദൈവവചനം നമ്മെ ഇന്ന് ഓർപ്പിക്കുന്നത്. നമുക്ക് ആ ഭാഗം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. വാഗ്ദത്തം അബ്രഹാം സാറ ദമ്പതിമാരോടുള്ള ദൈവിക വാഗ്ദത്തത്തിൻ്റെ സമയം സ്ഥിരീകരിക്കാനായിട്ട് യഹോവയായ ദൈവവും 2 ദൂതന്മാരും കൂടി അവിടെ വന്ന കാര്യമൊക്കെ അവിടെ വിവരിക്കുന്നത് വളരെ വ്യക്തമായി ഒരുപാട് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. നമുക്കറിയാം, അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ആ വന്ന 3 അവൻ രണ്ടാമത്തെ തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തന്നെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം വരെ കുനിഞ്ഞു. യജമാനെ, എന്നോട് കൃപയുണ്ടെങ്കിൽ അടിയനെ കടന്നു പോകരുത് എന്ന് പറഞ്ഞ അബ്രഹാം ദൂതന്മാരെ, യഹോവയായ ദൈവത്തെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൂതന്മാരെ സ്വീകരിക്കുകയും വളരെ സമൃദ്ധമായ ഒരു വിരുന്ന് അവർക്ക് കൊടുക്കുകയും ചെയ്തു. അവരുടെ ആഹാരമൊക്കെയും ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യം, ഭക്ഷണത്തിന് ശേഷം ഈ ഭാഗം ദൈവമായി നമ്മെ പഠിപ്പിക്കുന്ന 1 വർഷത്തിനുള്ളിൽ സാറായ്ക്ക് ഒരു മകൻ ജനിക്കുമെന്ന് യഹോവയുടെ ദൂതൻ അറിയിച്ചു. സാറായ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ അരുളപ്പാട് കേട്ടുകൊണ്ട് അബ്രഹാമിൻ്റെ പിന്നിൽ നിന്നിരുന്ന സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. അവൾക്ക് ഈ വാർത്ത അവിശ്വസനീയമായിരുന്നു. അവളുടെ പ്രായം 89 വയസ്സാണ്. വൃദ്ധയായിരിക്കുന്ന തനിക്ക് സുഖഭോഗമുണ്ടാകുമോ? തൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു. സാറായുടെ സംശയങ്ങൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ സാറായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യഹോവയ ചോദിച്ചു, യഹോവയാൽ കഴിയാത്ത കാര്യം വല്ലതുമുണ്ടോ എന്ന് ചോദിക്കാനിടയായി. അപ്പോൾ യഹോവയ്ക്ക് കഴിയാത്ത ഒന്നുമില്ല എന്നുള്ള ഒരുപാട് ധാരാളം തെളിവുകൾ ദൈവവചനത്തിൽ തിരുവെഴുത്തിൽ നമുക്കറിയാം. കാരണം വാഗ്ദത്തം നിവർത്തിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. 2 തിമോത്തിയുടെ ലേഖനത്തിൽ 2:13 നാം ഇങ്ങനെ വായിക്കുന്നു, നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ലല്ലോ, അവൻ ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യം, ഭയപ്പെട്ട സാറ തൻ്റെ ചിരിയെ നിഷേധിച്ചു നമുക്കവിടെ വായിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ യഹോവ അത് സ്ഥിരീകരിച്ചു. ദൈവം മനുഷ്യരുടെ ഹൃദയങ്ങളെയും നിരൂപണങ്ങളെയും അറിയുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നമ്മെ ഓർപ്പിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും സർവവും വിളിച്ചു വരുത്തിയ ദൈവത്തിന് നിർജ്ജീവത്വം ഗ്രസിച്ച ഗർഭപാത്രത്തിൽ നിന്നൊരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ കഴിയുകയില്ലേ? ചിരിച്ചു തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ലത്. അപ്പം വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുവാനുള്ള ശക്തി തനിക്കുണ്ടെന്ന് നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന് സകലവും സാധ്യം എന്ന് യേശു പറഞ്ഞപ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ സത്യം അവിടെ ഊന്നി പറയുകയായിരുന്നു, നമ്മളെ അത് പഠിപ്പിക്കുകയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, സെഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സി എന്നുള്ളമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സ്വർഗ്ഗവർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. നമുക്കറിയാം, സഖറിയ എലിസബത്ത് ദമ്പതികളെപ്പറ്റി നമ്മൾ ഇങ്ങനെ പഠിക്കാൻ 6-7 വാക്യം, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളും കുറ്റമില്ലാത്തവരെ നടക്കുന്നവരുമായിരുന്നു. എലിസബത്തും അച്ചിയാകൊണ്ട് അവർക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയസ്സി എന്നവരുമായിരുന്നു. അപ്പം 19 അപ്പോൾ ഒരു കാര്യം സംശയാലുവായ സഖറിയാവിനോട് ദൂതൻ പറയുക 19-ാമത്തെ, ഞാൻ ഗബ്രിയേലാകുന്നു, എന്നെ അയച്ചിരിക്കുന്നു. അപ്പം തക്ക സമയത്ത് നിറവേറാനുള്ള സന്ദേശമാണ് താൻ അറിയിച്ചിരിക്കുന്നതെന്ന് പൂർണ്ണ നിശ്ചയം ദൂതനുണ്ടായിരുന്നു. അപ്പോഴും നമുക്കവിടെ കാണാവുന്ന കാര്യം 18-ാമത്തെ വാക്യത്തിൽ സഖര്യാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സി എന്നുള്ളമല്ലോ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം അവനൊരു അടയാളം ചോദിക്കുക. അവിടെ സഖര്യാവിന് ലഭിച്ച അടയാളം എന്ന് പറയുന്നത് മൗനതയായിപ്പോയി.
അപ്പോൾ അവൻ ആംഗ്യം കാട്ടി ചോദിച്ചതിൽ നിന്നും മൗനത മാത്രമല്ല ബധിരതയും സംഭവിച്ചു എന്ന് വിചാരിക്കുന്നതിൽ നമുക്കവിടെ തെറ്റില്ല. അപ്പം ദൈവത്തിൻ്റെ ശിക്ഷ എന്നേക്കുമുള്ളതല്ല. കുഞ്ഞിൻ്റെ ജനനവും പേരിടലും നടക്കുന്നത് വരെ മാത്രമേ ഈ ശിക്ഷ നീണ്ടു നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഈ ശിക്ഷ പിൻവലിക്കും. അപ്പം മറ്റെല്ലാവരേക്കാളും ഒരു കാര്യം നമ്മളെ പരിശുദ്ധാത്മാവോട് ഓർപ്പിക്കുന്ന ഒരു കാര്യം, മറ്റെല്ലാവരെക്കാളും ഉപരി സെക്കര്യാവ് ദൈവത്തോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്നവനായി ഇരുന്നതിനാൽ മറ്റുള്ളവർ എത്ര സംശയങ്ങൾ ഉന്നയിച്ചാലും സെക്കര്യാവ് അങ്ങനെ ഉന്നയിക്കാൻ പാടില്ലാത്തതായിരുന്നു. അവിടെ ഒരു കാര്യം പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളെ ഓർപ്പിക്കുന്നത്, വിശ്വാസം. അപ്പം സെക്കര്യാവിന് അവിശ്വാസമായിപ്പോയി. അപ്പം വിശ്വാസം മടങ്ങി വന്ന് സ്തുതിയായും സാക്ഷ്യമായും പുറത്തു വരുന്നത് വരെ അവിശ്വാസം അധരങ്ങളെ അടച്ചു വെക്കുന്നതായി ദൈവവചനം ഇന്ന് രാവിലെ നമ്മെ അവിടെ ഓർപ്പിക്കുന്നു. നമ്മൾ റോമാലേഖനം പഠിക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ മനസ്സിലാക്കുന്നു. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വായിക്കുമ്പോൾ റോമർ 4:18 മുതൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രം നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിക്കാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഇവിടെ ഒരു കാര്യം പരിശുദ്ധാത്മ നമ്മെ ഓർപ്പിക്കുന്നൊരു കാര്യം, ദൈവപുത്രൻ്റെ നീതിയിൽ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യൻ തൻ്റെ സൽപ്രവൃത്തികളിൽ ആശ്രയിച്ച് അവയെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ദൈവം അവയെ തിരസ്കരിക്കുന്നത്. 18-ാമത്തെ വാക്യത്തിൽ ആശയ്ക്ക് വിരോധമായ ആശയോട് വിശ്വസിച്ചു എന്ന് പറയുന്നു. അബ്രഹാമിൻ്റെ സാഹചര്യങ്ങളെല്ലാം ആശയ്ക്കെതിരാണ്. എന്നാൽ ഈ പ്രതികൂല സാഹചര്യങ്ങൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ബലപ്പെടുത്തിയെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തെ തൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ലക്ഷണം എന്ന് ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവം നമ്മുടെ വിശ്വാസ ജീവിതത്തിലുള്ള ബന്ധത്തിൽ, നമ്മൾ ദൈവിക ബന്ധത്തിൽ അത് സംഭവിക്കുകയില്ല എന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പറയും സാഹചര്യങ്ങൾ നോക്കുമ്പോൾ. അപ്പോൾ അസാധ്യമാണെന്ന് നമ്മുടെ യുക്തി പറയും. എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് സാധിക്കും എന്ന് വിശ്വാസം പറയും. അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ സ്വഭാവവും പരിണിത ഫലവും ദൈവത്തെ മഹത്വീകരിക്കുന്നതായിരുന്നു എന്ന് നമുക്ക് കാണാം. അതിൻ്റെ കാരണം, അതിൻ്റെ വിഷയം ദൈവത്തിൻ്റെ വചനവും അതിൻ്റെ കേന്ദ്ര വിഷയം ദൈവ ആരാധനയുമായിരുന്നു. അതിൻ്റെ 19-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ട് അവൻ ക്ഷീണിച്ചില്ലെന്ന്. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ അളവും മേന്മയും ഈ ഭാഗത്ത് വെളിപ്പെടുത്തിയിരിക്കുക. ഒരു ശിശുവിന് ജന്മം നൽകുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അബ്രഹാം സാറാ ദമ്പതികൾക്കുണ്ടായിരുന്നത്. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്ന പദപ്രയോഗങ്ങൾ അവിടെ വളരെ വ്യക്തമായി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്തോ പറയുന്നത്, വളരെ പ്രകീർത്തിക്കുന്ന വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല, അവിശ്വാസത്താൽ സംശയിച്ചില്ല, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, പൂർണ്ണമായി ഉറച്ചു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുന്നു. അപ്പം തനിക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യം സാധിക്കാതിരിക്കത്തക്കവണ്ണം അണിനിരന്ന സകല പ്രതിബന്ധങ്ങളെയും താൻ കണക്കിലെടുത്തു, എങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്നാണ് അവിടെ പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മർക്കോസിന് സുവിശേഷം 11-ാം അധ്യായം 23-24 നാം ഇങ്ങനെ വായിക്കുന്നു, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകാമെന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരശുശുശ്രൂഷയുടെ ബന്ധത്തിൽ നമ്മെ പഠിപ്പിച്ചത്. അപ്പം സംശയിക്കാതെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം വീണ്ടും വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം തന്നെ അതിൻ്റെ 34-ഉം 35-ഉം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ മറിയയുടെ സംശയത്തിന് ഒരു കാര്യം ദൂതനോട് പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉപയോഗിച്ച് മറിയയുടെ ഗർഭധാരണം സംഭവിക്കുമെന്നാണ്.
അപ്പം ആദിമ സൃഷ്ടിയുടെ സമയത്ത് പരിശുദ്ധാത്മാവ് വെള്ളത്തിൻ്റെ മേൽ പൊരുന്നിരുന്നത് പോലെ നിഴലിക്കുന്ന ആത്മാവ് മറിയയുടെ ഗർഭപാത്രത്തിൽ സൃഷ്ടികർമ്മം നടത്തുമെന്ന പരിശുദ്ധാത്മാവിനെ പറ്റി നമുക്കവിടെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായ മേഘം നിഴലിടുന്നത് പോലെ, അല്ലെങ്കിൽ തൽഫലമായി ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് അവിടെ മറിയോട് ദൂതൻ സംസാരിക്കാനിടയായി. അപ്പം മറി ഇതെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് ദൈവമോ ഗബ്രിയേൽ ദൂതനോ ആവശ്യപ്പെടുന്നില്ല. അവൾ വിശ്വസിക്കുകയും മനഃപൂർവ്വം സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നതാണ് പ്രസക്തമായ കാര്യം. അതിനവിടെ ഒരു സംഭവം നടന്നത്, അതിന് മറ്റൊരു ദൂതൻ വേറൊരു അടയാളം അവിടെ, പറയാത്തൊരു അടയാളം അവിടെ കൊടുത്തു മറിയയ്ക്ക്. 36, 37 വായിക്കുമ്പോൾ, നിന്റെ ചാർച്ചക്കാരി എലിസബത്തും വാർദ്ധക്യത്തിലൊരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു എന്നവിടെ താഴോട്ട് കൊടുത്തിരിക്കുന്നു. അപ്പം നിസ്തുലമായിട്ടുള്ള ഈ അത്ഭുതം അംഗീകരിക്കാനായി നിസ്തുലമല്ലാത്ത എന്നാൽ അത്ഭുതകരമായ മറ്റൊരു സംഭവത്തിലേക്ക് ദൂതൻ മറിയയുടെ ശ്രദ്ധ അവിടെ തിരിക്കുക. അവൾ ചോദിക്കാതെ ലഭിച്ച മറ്റൊരു അടയാളമായി അത് തീരുകയാണ്. അവൾ എലിസബത്തിനെ ഒന്ന് സന്ദർശിക്കുമെങ്കിൽ മച്ചിയായവൾ സന്തോഷത്തോട് വസിക്കുന്നത് കാണാമെന്ന് ദൂതൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വൃദ്ധരായ എലിസബത്തിനും സക്കറിയാവിനും ആശയ്ക്ക് വിപരീതമായൊരു കുഞ്ഞിനെ നൽകിയ ദൈവത്തിന് യോസഫിൻ്റെ സഹായം കൂടാതെ മറിയയോട് വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ കഴിയും. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് അവിടെ വ്യക്തമായും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. 38-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, അതിനും മറിയ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ദൂതൻ അവളെ വിട്ടുപോയി എന്ന്. ഇന്ന് രാവിലെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാ ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കർത്താവിൻ്റെ ഹിതം ചെയ്യുവാനും അവൻ്റെ ഉദ്ദേശം നിറവേറ്റുവാനും തയ്യാറുള്ളൊരു ദാസിയായി തന്നെ മറിയ അവിടെ സമർപ്പിക്കാനിടയുണ്ടായി. തൻ്റെ ദേഹാത്മദേഹികൾ ദൈവം മുമ്പാകെ അവൾ സമർപ്പിച്ചു. സമർപ്പണത്തിൻ്റെയും അനുസരണത്തിൻ്റെയും അതേ നിമിഷം തന്നെ യേശുവിൻ്റെ അനർഘ മാനുഷിക ഗർഭധാരണം സംഭവിച്ചുവെന്ന് ചിന്തിക്കുന്നതിൽ അവിടെ നമുക്ക് പരിശുദ്ധാത്മ നമ്മെ ആ നിലകളിലാണ് നമ്മളെ അവിടെ പഠിപ്പിക്കുന്നത്. മറിയ ദൈവഹിതത്തിന് തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയും അവൻ്റെ സന്ദേശത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. വിശുദ്ധ പ്രജയുടെ അമ്മയായി തീരുന്നതിലൂടെ ലഭ്യമാകുന്ന മാനവും അപമാനവും അവൾ സ്വമേധയാ സ്വീകരിച്ചതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നതിനുള്ള താല്പര്യം, ദൈവവചനത്തിലുള്ള വിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം, വിശുദ്ധി എന്നീ വിഷയങ്ങളിൽ മറിയ നമുക്കൊരു ദൃഷ്ടാന്തമായി ദൈവവചനം നമ്മെ അവിടെ മറിയെപ്പറ്റി അവിടെ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ കൂടി അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠമായ ദൈവവചന ഭാഗങ്ങൾക്കായി ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു. വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ, അവിശ്വാസത്തിൽ സംശയിക്കാതെ, ഓരോ ദിവസവും വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഞങ്ങളെ അവിടുന്ന് ആത്മാവിൽ ശക്തീകരിക്കണമേ കർത്താവേ എന്ന് ഇന്ന് പകൽ ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.